ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ ഫുഡാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതാക്കണേ, ചിക്കൻ ഇത്രയൊന്നും വേണ്ട. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് എടുത്ത് വെക്കാം കേട്ടോ. നന്നായിട്ട് വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതി. അത് മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതന്നെ. നമ്മൾ എന്തൊക്കെയാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത് ഞാൻ പല പ്രാവശ്യം കാണിക്കുന്നതാണ്. അപ്പോൾ എന്നാലും നമ്മൾ ഇന്നത്തെ ഫുഡ് ഇതൊക്കെയാണ് കാണിക്കാം. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല മക്കളെ. ഇന്നലെ വീഡിയോ ഇടാത്ത കാരണം എന്താണെന്നറിയോ? ഞാൻ കുറച്ച് ബിസി ആയ കാരണമാണ് ഞാൻ വീഡിയോ ഇടാത്തത്. എനിക്ക് കുറച്ചൊരു ചെറിയതായിട്ടുള്ളൊരു ബിസികളുണ്ട് ഇപ്പോൾ അങ്ങനെ. അപ്പോൾ ആ കാരണം കൊണ്ട് ഞാൻ വീഡിയോ ഇടാത്തത്. വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചു, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കിയിട്ടില്ലേ. ഞാൻ ഇത് അപ്ലോഡ് ആക്കാതെ ഇതാക്കി വെച്ചതേന്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോക്ക് ഇന്ന് നമ്മളെ സൺഡേ ആണ്. സൺഡേത്തെ വീഡിയോ ആണ് കേട്ടോ. അത് ഈ സാറ്റർഡേത്തെ വീഡിയോ അല്ല, സൺഡേത്തെ വീഡിയോ. അപ്പം നമ്മളെ ഒക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ എത്ര കഴുകിയാലും നമുക്ക് ചെയ്താക്കാൻ മതി തോന്നും. പ്രത്യേകിച്ച് ചിക്കനെ പറ്റി ഇങ്ങനെ കഴുകിക്കൊണ്ട് കുറേ സമയം അതിന് കഴുകാത്തിൻ്റെ വന്ന തോന്നി. ഇപ്പോൾ പണ്ടത്തെ പോലെ പണ്ടൊക്കെ ഈ ചിക്കനൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ചിക്കനൊന്നും വലിയൊരു ഇഷ്ടമല്ലല്ലോ. ഇപ്പോൾ ഈ കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ട് അത് വാങ്ങണം. കുട്ടികളെന്ന് പറയല്ലോ കേട്ടോ, ചെറിയ കുട്ടിക്ക് ചെറിയ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിക്കനാണല്ലോ വേണ്ടിയത്. ചിക്കൻ മട്ടൻ പറ്റൂല, ബീഫ് അധികം ഇഷ്ടമല്ല, അല്ലാതെ കഴിക്കൂല, ചിക്കനാ കഴിക്കാം. അപ്പം അതാണ്. എനിക്കാണെങ്കിൽ ബീഫ് പിന്നെ ഒരു ഇഷ്ടമുള്ളൂ. ചിക്കൻ കഴിക്കൂലെന്നല്ല കേട്ടോ, പറയൊക്കെ ചെറിയ 1-2 പീസൊക്കെ കഴിക്കും. അങ്ങനെ നമ്മളെ മൺചട്ടി വെച്ചുകൊണ്ട് ഞാൻ വലിയുള്ളി തക്കാളി അങ്ങനെ അരിഞ്ഞ് വെച്ചു കേട്ടോ. ആ സമയത്ത് തട്ടുമ്പോൾ എല്ലാ പണിയും ഒപ്പം ചെയ്യണ്ട. ആ സമയത്ത് അയക്കില്ലേ പേസ്റ്റ് ഉണ്ടാക്കുകയാണ്, മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു ഇച്ചിരി മസാല അയക്കേണ്ട ആക്കി ചിലപ്പോൾ അതുകൊണ്ട് വാടി കിട്ടും ചെയ്യും, ഒന്നായി കിട്ടും ചെയ്യും. എന്നാൽ ഇതായി കണ്ടിട്ടുങ്ങാണ്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം പോകാൻ വേണ്ടി മാത്രം ടൈം എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് മസാല അയക്ക് ഇടുക, നമ്മുടെ ചിക്കൻ ഇടുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയായി. പിന്നെ നോക്കാൻ നിങ്ങളോട് പറയാം, എൻ്റെ കുട്ടി പറയും മങ്ങളെ കൊഞ്ചുമ്പോൾ എന്താ നിങ്ങൾക്ക് വള ഇട്ടൂടെ, നിങ്ങൾ എന്തിനാ ഊരി വെച്ചിരിക്കുന്നൊക്കെ പറയണം. എനിക്കൊരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വളയൊക്കെ ഇടുന്നതാണ്. എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇമ്മ ഇങ്ങനെ പറഞ്ഞാണ് ഞാൻ കൊഞ്ചുമ്പോൾ ഒരു വളയൊക്കെ ഇട്ട്. എനിക്ക് കയ്യുമ്പോൾ വള, അതേമാതിരി പിന്നെ മാലയൊക്കെ ഇട്ട് എനിക്കൊരു കുത്തുണ പോലെയാണ്. കയ്യുമ്പോൾ വള അങ്ങനെയൊക്കെ ഇടുമ്പോൾ എന്തൊക്കെയോ ഒരു മാതിരിയാണ് എനിക്ക്. അതൊക്കെ അന്ന് അങ്ങനെ നിവൃത്തി അങ്ങനെ ഇടൂല, അങ്ങനെ ഇട്ടതാണ്. അല്ലാതെ എനിക്ക് ഇടാൻ ഭയങ്കര ഒരു ഇഷ്ടമൊന്നുമില്ല. വലിയ ജീരകം കൂടി ഇട്ട് കാണാണ്ട് അരച്ചെടുക്കാം. മറ്റേ പേസ്റ്റ് നമ്മൾ വാങ്ങുന്ന റെഡിമെയ്ഡ് പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടേ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന രസം വേറെ, റെഡിമെയ്ഡ് വേറെ, ഇങ്ങനെ ഉണ്ടാക്കുന്നത് വേറെ. ഇനി ഇതൊന്നും നമുക്ക് നല്ലോണം കുത്തുക. അപ്പം എന്താ ഞാൻ ഇപ്പം കൂടെ പറയണേ, കയ്യുമ്പോൾ വല ഇട്ടത് എല്ലാം ചൊറുക്കുണ്ട്. ഈ ചൊറുക്ക് മതി അറിയാം. എനിക്ക് ആദ്യേ ഒരു ഇഷ്ടമില്ലാത്തതാണത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പോയ സമയത്തും ഒക്കെ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിയുമ്പോൾ തന്നെ ഒന്നായിട്ടൊന്നും ഇടൂല നമ്മൾ. അത് കരിയൊന്നുമില്ല. അതിൻ്റെ ഒക്കെ ഇതാക്കണ എല്ലാ ABC ആണോ. ഇനി ഇത് ഇതീക്കാണ്ടില്ല, ഒരു കരിച്ചിലും വരൂല. ഫ്ലെയിം കുറച്ചുങ്ങാണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ ആ തക്കാളിൻ്റെ ഇതിൻ്റെയൊക്കെ ഗ്രേവി ഇല്ലെറിയാ എന്താ എണ്ണ ഇതിക്ക് ഇങ്ങനെ ഉണ്ടാവും. കണ്ടേ കണ്ടോ? പിന്നെ ഇതാക്കണേ. അപ്പം മസാല ഇതിലിങ്ങനെ ചാറായി കിട്ടും. അപ്പം ഇതിക്ക് ഞാൻ വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇച്ചിരി ഇത് നമ്മൾ ആട്ടിയ ഓയിലാണ് ഇതാക്കണം, ആട്ടിയ ഓയിലാണ്. അപ്പോൾ ഓയിൽ കുറച്ച് ഒഴിക്കട്ടെ. ആട്ടുമ്പോൾ എന്നറിയോ ഓയിൽ ഒഴിക്കൂല, കുറച്ച് കൂടുതലൊക്കെ തോന്നും. വെളിച്ചെണ്ണ കഴിയാൻ നേരത്ത് ഓയിൽ ഒഴിച്ചാലും തോന്നൂല. അപ്പം ഇനി ഇതാ കണ്ടത്. ഇപ്പം അപ്പം എന്തെങ്കിലും അറിയോ, ഈ ചട്ടിയിൽ അങ്ങനെ വെച്ചുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിക്കാരുണ്ടാകുക. ഉള്ളിയും തക്കാളി നിങ്ങളെല്ലാവരും ഇങ്ങനെ ഫ്ലെയിം കുറച്ച് കണ്ട് ഉള്ളിയും തക്കാളി ഫസ്റ്റ് വെട്ടിയിടുക. നമ്മളെ മൺചട്ടിയിൽ വെട്ടിയിട്ട് കാര്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കറി ബീഫൊക്കെ എന്താ ഇതിൻ്റെ കോല നോക്കാൻ നിങ്ങൾ മനുഷ്യൻ മരിച്ചു പോണില്ല അല്ലേ. അപ്പൊ ഈ ലീഫുകളൊക്കെ ആകാതെ വെക്കും. കണ്ടോ കറി ലീഫ്. എൻ്റെ വർത്താനം കേട്ടുകാണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടോളിട്ടോ. ഞാൻ ഇങ്ങനെ പറയും, കറി ലീഫ് പറഞ്ഞ കൂടെ പറയും. നമ്മളെന്നെ ഇപ്പോൾ വാടിയിരിക്കണം വയസ്സാകല്ലേ. ഇച്ചിരി മുളകും പൊടി ഇട്ടോ, ഇതന്നെ ഇടണുള്ളൂ, കുറേ ഒന്നും ഇടുന്നില്ല. ഒരിച്ചിരി മല്ലിപ്പൊടിയും കൂടി ഉണ്ട് ഇടട്ടെ. എന്താ അത് മല്ലിപ്പൊടിൻ്റെ ഫ്ലേവർ ഒന്ന് തന്നെ നോക്കട്ടെ ഒന്നും കൂടി ഇട്ടുകണേ. ഇനി ഇത് ഇങ്ങനെ കൊണ്ട് മസാലയാക്കാം. ഇനി ഇതാക്കുക നമ്മളെ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ഗോതമ്പ് വെച്ച് കണ്ട് ഒരു ദോശ ഉണ്ടാക്കിക്കണം. അതിലേക്ക് ഞാൻ ഇത് ചേർത്തിരുന്നു.
നല്ല അടിപൊളി ഫ്ലേവറാട്ടോ. അപ്പം ഇനി ഇത് കുറച്ചിപ്പോൾ കുറച്ചിടുക കേട്ടോ. നമ്മളെ തൊഴിലുറപ്പ് കുടുംബശ്രീക്കാർ പഞ്ചായത്തിൻ്റെ ഇതിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ മെയിൻ എന്താണ്, നമ്മളിപ്പോൾ ഒരു മസാലയൊക്കെ ഉണ്ടാക്കിയ മെയിൻ എന്താണ് നമ്മളെ ചിക്കൻ. നമ്മളെ ചിക്കന് ചെറുക്കന്മാരധികം കണ്ട് ഇടുക. നല്ലോണം ഇങ്ങനെ അങ്ങോട്ട് മറിച്ചെടുക്കുക. ഇനി ഇച്ചിരിയും കൂടി മസാല ഇടുക. ഇത് ഞങ്ങൾക്ക് 2 ദിവസം 3 ദിവസമൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും കാണാൻ പൂതിയായിരിക്കും ഒരലിൽ ഇങ്ങനെ കുത്തിങ്ങാണ്ട് ഉണ്ടാക്കണത്, ഒരലിൽ ഇങ്ങനെ ഒഴിക്കണതൊക്കെ കാണാൻ പൂതിയില്ലേ. ഇതാക്കാം നമ്മളെ ഒരലത്തെ വെള്ളം കൊണ്ട് ഒഴിച്ച് ഇച്ചിരിയും കൂടി വെള്ളം ഒഴിക്കുക. വെള്ളം കുറച്ച് ഒഴിക്കണം. എന്താ പറയുക, ഞങ്ങൾക്ക് ചപ്പാത്തി നൈറ്റിൽ ചപ്പാത്തിയാണ്. അപ്പോൾ ആ ചപ്പാത്തിക്കും കൂടി ലഞ്ചിനും ചപ്പാത്തിക്കും കൂടി എടുക്കാറുണ്ട്. അപ്പോൾ നൈറ്റിൽ ചപ്പാത്തിയാണ്. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല. ഇതിനനുസരിച്ച് ഉപ്പിടുക. അതേപോലെ ഞാൻ ഈ മസാല ഉണ്ടല്ലോ, നമ്മളെ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന മസാല ഉണ്ടല്ലോ, പഞ്ചായത്ത് കുടുംബശ്രീ ആൾക്കാർ കൊണ്ടുവരുന്ന മസാലകൾ നല്ല അടിപൊളി മസാലയായിട്ട് ഓരോ പ്രൊഡക്റ്റൊക്കെ നല്ലതാണ്. എല്ലാ പ്രൊഡക്റ്റും ഓരോ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കൊണ്ടി. ഞാനിപ്പോൾ എന്താ പറയുക, വാങ്ങി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ആ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഒന്നുമല്ല. അതാ നല്ല ടേസ്റ്റാണ്, കളങ്കല്ലാത്ത പൊടിയാണ്. പോയി ഫ്ലെയിമാണ് കൂട്ടി വെക്കുക, അടച്ച് വെച്ചാണ് വേവിക്കുക. ഇതാക്കണേ നമുക്ക് വെച്ചാണ് വേവട്ടെ കേട്ടോ. ുള്ളത് ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി റെഡിയാക്കി വെച്ചിട്ടോ. അത് രാത്രിക്കുള്ള ആവശ്യത്തിൽ എന്നിട്ട് നല്ലോണം നമ്മൾ ഡപ്പ വെച്ച് ഇങ്ങനെ നല്ല ഡപ്പ വെച്ചിട്ട് മൂടി വെച്ചാൽ മതി. ഇപ്പം കണ്ടില്ല, അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതിന് ഇതിങ്ങനെ മൂടി വെച്ചാൽ നമുക്ക് രാത്രി എടുത്ത് കാണ്ട് ഇതിന് ചപ്പാത്തി. ഇത് നമ്മൾ ഈ റെഡിമെയ്ഡൊന്നും വേണ്ട, നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ അതിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇപ്പം ഇന്നിപ്പോൾ ചപ്പാത്തി നമുക്ക് വേണം, ചപ്പാത്തി വേണമെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ ചപ്പാത്തി എടുത്ത് കാര്യം, അല്ല ചോറ് വേണമെങ്കിൽ ചോറ് കഴിക്കാം. അപ്പം എനിക്കിപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ്, ഒരു ചപ്പാത്തി തിന്നാൻ പൂതി ഉണ്ടെന്ന് തോന്നുന്നു, ചപ്പാത്തി എടുത്ത് ഉണ്ടാക്കാം. പത്രത്തരം കണ്ടോ, ഇങ്ങനെ ഇതിന് കാണിക്കുന്നത് ഇതേമാതിരി ഫ്രിഡ്ജിൽ ഇങ്ങനെ അടച്ചു വെക്കുക. കോഴി ചിക്കൻ വേകുമ്പോഴത്തിന് മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, ഇത് നമ്മളെ മെയിൻ ഡിഷാട്ടോ. എല്ലാത്തിലും നമുക്ക് മല്ലിച്ചപ്പ് ഉണ്ടാവും. മല്ലിച്ചപ്പ് ഉണ്ടാകാത്ത ഒരു ഡിഷും ഞങ്ങൾക്കില്ല. എനിക്ക് ഇനിയിപ്പോൾ ഇടാൻ പറ്റാത്ത കറിക്കാണെങ്കിലും എനിക്ക് മല്ലിച്ചപ്പ് യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം. ഒരു മുട്ട പൊരിക്കുകയാണെങ്കിൽ പോലും എനിക്ക് മല്ലിച്ചപ്പ് അതിലിട്ടിട്ട് അതൊന്ന് ഇതാക്കിക്കാണ്ട് ആ മുട്ടയിലിട്ടുകാണ്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. മല്ലിച്ചപ്പ് പുതിന വൃത്തിയാക്കി അപ്പൊ തന്നെ ഓരോ കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം അങ്ങനെ വൃത്തിയാക്കണം. അപ്പോഴേ നമ്മൾ അടുക്കള എല്ലാ സൗകര്യമുള്ള അടുക്കളയാണെങ്കിൽ അത് വൃത്തിയാക്കി കൊണ്ടിറക്കുക. അല്ലാതെ നമുക്ക് ഭയങ്കര എല്ലാ സൗകര്യമുള്ളത് മാത്രം വൃത്തിയാക്കി കൊണ്ടുവന്നാൽ പോരാ. മനസ്സിലായോ? വീടാണെങ്കിലും അതേ രസമുണ്ട് കാണാൻ. അത് നല്ല രീതിയിൽ വൃത്തിയാക്കി കൊണ്ടുവന്ന് നോക്കിയാൽ നമ്മളെ കൊച്ചു സ്വർഗമായി കൊണ്ടിറക്കാൻ പറ്റും. നമ്മളെ ചിക്കൻ ഇതാക്കണ കണ്ട കള തിളക്കണുണ്ട്, തിളച്ച് മറിയണുണ്ടോ. ആ സമയം കൊണ്ട് നമ്മളെ തിളച്ച് മറിയുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കാം. നല്ല സ്മെല്ലിൽ റിയാദിലത് ആ മസാല. എന്താ ഇങ്ങനെ ആടുന്ന് സെറ്റല്ലേ നിൽക്കണ്. ഇനി ഒന്ന് ഇതാക്കണ്, ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കാം കേട്ടോ. നമ്മളെ വീഡിയോസ് ഞാനിപ്പോൾ എന്നും കറിയും കൂട്ടാനും കാട്ടി മറ്റേത് അറിയാം. എന്നും കറിയും കൂട്ടാനും ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് എന്നും ഉണ്ടാക്കണം. ചിലപ്പോൾ വൈകുന്നേരത്തിന് വേറെ ഉണ്ടാക്കണം, എക്സ്ട്രാ ഉണ്ടാക്കണം. ഇപ്പൊ എന്നും ഉണ്ടാക്കില്ല. അപ്പൊ ഈ ഒരു ചിക്കൻ ഉണ്ടാക്കിയ 2 ദിവസത്തിന് ഞങ്ങൾക്ക് ഉണ്ടാക്കണ്ട. അപ്പൊ അതാക്കണേ, ഇനി ഇത് ഞാൻ ഇങ്ങനെ ഊറ്റിയെടുക്കുക കേട്ടോ. ഊറ്റിയല്ല, അരിച്ചെടുക്കുക. ഇതാക്കണേ,
ഇങ്ങനെ അരിച്ചെടുക്കുക. ഇതിൻ്റെ ശരിക്ക് ഇതിൻ്റെ ഇതൊക്കെ എടുത്തുങ്ങാണ്ട് അരിച്ചെടുക്കുക. ഞാനിനി ഇവിടെ ഇങ്ങനെ മാറ്റി വെക്കും. നമുക്ക് ഇനി വൈകുന്നേരം ഇത് രാത്രിക്ക് നമ്മൾ കുടിച്ചുങ്ങാണ്ട് കിടക്കുക ചെയ്യാം. അപ്പോൾ ഇതിന് പാലും ശർക്കരയൊക്കെ ഒഴിച്ചുങ്ങാണ്ട് ശർക്കര ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യും. ഷുഗർ ആഡ് ചെയ്യാതെ കഴിക്കുകയാണെങ്കിൽ കുറച്ചൊരു നുള്ള ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇത് എന്താ അപ്പോൾ ഇന്നത്തെ പണി നമുക്ക് ഈസി ആക്കി വെക്കണതാണ്. ഇതിങ്ങനെ മാറ്റി ഒരു എടുത്തേക്ക് വെക്കും. അപ്പോൾ അതാക്കണേ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടോ. കണ്ടോ ഇതുപോലെ ചിക്കൻ കടി ഏതാണ്ടോ നമ്മൾ നോക്കി നമ്മളെ ചിക്കനിലെ ഓയിലൊക്കെ നോക്കി വേറെ ഇതായി നിൽക്കണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോവുക കേട്ടോ. പിന്നെ നമ്മളെ ഷോർട്സ് ഞാൻ കൂടുതൽ ചില ദിവസങ്ങളിൽ ഷോർട്സ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. അതായത് നൈറ്റിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യും. അല്ലാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇപ്പം പകലും അതേമാതിരി പകലും ഷോർട്സ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം 3-4 ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ രണ്ട് ഷോർട്സ്. വലിയ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ അന്ന് ഞാൻ ചെറിയ ഒരു ഷോർട്സ് ഞാൻ നൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാക്കുക. ബായ്. ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് അങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മളെ മല്ലിച്ചപ്പൊക്കെ ഒന്ന് അവൻ്റെ മൂക്കൂടെ ഇട്ട് കൊടുക്കാം. അതാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ വീഡിയോ ഫുള്ളാക്കിയില്ല. അതുകൊണ്ട് എനിക്കെന്നറിയാം കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ മറ്റേത് നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഡെയിലി ഇങ്ങനെ ഇട്ട് കാണിച്ച് തരികയാണ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് കറിയൊക്കെ ഇപ്പം ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് വേണ്ട, ഇനി നാളെ മറ്റന്നാൾ ചിലപ്പോൾ ഉണ്ടാക്കിയാൽ മതി. അപ്പം അതങ്ങനെ കേട്ടോ.